മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സർക്കിൾ സ്കേർട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. രണ്ട് മെഷർമെൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളൂ. വേസ്റ്റ് റൗണ്ടും ലെങ്ത് ഓഫ് ദി സ്കേർട്ട്. കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പോൾ ന്യൂ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2π. ന്യൂ വേസ്റ്റ് റൗണ്ട് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റിൻ്റെ കൂടെ ഒരു 10 ഇഞ്ചസ് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എലാസ്റ്റിക് പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു 28 ഇഞ്ചസ് നമുക്കിവിടെ കിട്ടും. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മറ്റൊരു മെഷർമെൻ്റ് ആണ് വേസ്റ്റ് ബാൻഡ്, അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നത് അറിയാലോ, ന്യൂ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്താൽ യു ഗെറ്റ് എ ലെങ്ത്ത്. വിഡ്ത്ത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയൊരു ഫാബ്രിക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു സർക്കിൾ സ്കേർട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. മറ്റേ ശരിക്കുള്ള ഫാബ്രിക്കിൻ്റെ എന്താ വെച്ചാൽ അത് ഭയങ്കര വലുതാണ്, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഇതുപോലെ 4ആയിട്ട് മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കിയ ശേഷം ഇവിടെ ഒരു ഫോൾഡിങ് വരണം, ഇവിടെ ഫോൾഡിങ് വരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് റേഡിയസ് മാർക്ക് ചെയ്യുക. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2π, അതായത് 28 ഡിവൈഡഡ് ബൈ 2π. അതിവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം സീം അലവൻസ് കൊടുക്കുക. സീം അലവൻസ് കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ റേഡിയസ് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് വീണ്ടും സ്കേർട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. സ്കേർട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് സീം അലവൻസും കൂടി കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സർക്കിൾ സ്കേർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പീസ് ഓഫ് ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ ഒരു സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ജോയിൻറ്റ്സ് അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്, ശരിക്കുള്ള എൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇഞ്ച് വൈഡാണ്, 1 മീറ്ററാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഒത്തിരി വൈഡായിട്ടുള്ള ഫാബ്രിക് ഉണ്ടെങ്കിൽ മാത്രമാണ്, നല്ല വൈഡായിരിക്കണം ഫാബ്രിക്, എന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സർക്കിൾ സ്കേർട്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വേസ്റ്റ് ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ലെങ്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞത് 29 ഇഞ്ചസ്. വിഡ്ത്ത് എന്ന് പറയുന്നത് എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിരിക്കും. എലാസ്റ്റിക് വിഡ്ത്ത് ഇൻറ്റു 2 പ്ലസ് സീം അലവൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ യു ഗെറ്റ് ദ എലാസ്റ്റിക് ബാൻഡ് വിഡ്ത്ത്. പിന്നെ ഈ ഒരു ഫാബ്രിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ 4ആയിട്ട് മടക്കുക. അതിനുശേഷം റേഡിയസും സ്കേർട്ട് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫാബ്രിക് ഞാൻ മേടിച്ചത് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, മന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഞാൻ 3.5 മീറ്ററാണ് മേടിച്ചത്. അപ്പോൾ അവർ സാമാന്യം തെറ്റില്ലാത്തൊരു ഫാബ്രിക്കാണ്, അമേരിക്കൻ ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് അത്. അപ്പോൾ പാൻസിന് പിന്നെ അതുപോലെ തന്നെ സ്കേർട്ട്, കുർത്ത, ടോപ്പ്, അതിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് വെച്ച് തയ്ച്ചാൽ. പിന്നെ നല്ല ഫ്ലോയി ഫാബ്രിക്കാണ്, ക്രേപ്പാണല്ലോ, അപ്പോൾ നല്ല ഇങ്ങനെ ഒഴുകി കിടക്കണ കാരണം നല്ല രസമുണ്ടായിരുന്നു കുട്ടി ഇട്ട് കാണുമ്പോൾ. അഡൾട്ട്സിനും ഇപ്പോൾ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് വേണമെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റാച്ച് ചെയ്യാം. ലൈനിങ് സാധാരണ ചുരുക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും സർക്കിൾ സ്കേർട്ടിന് അതേപോലെ തന്നെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക, ലൈനിങ് ഇതുപോലെ തന്നെ ചെയ്യുക, എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് ബാലൻസ് വരുന്ന ഫാബ്രിക് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സർക്കിൾ സ്കേർട്ട്. ജോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല, ഒരു സിംഗിൾ ഫാബ്രിക്കിൽ നിന്നാണ്, അതായത് ജോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു സ്കേർട്ടാണ് ഇത്. അപ്പോൾ മനസ്സിലായല്ലോ സർക്കിൾ സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. പിന്നെ ഇനി ഇതിനകത്തുള്ളത് വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശമുണ്ടല്ലോ, ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ അറ്റാച്ച് ചെയ്താൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി നമ്മൾ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സ്കേർട്ടിനും ഓരോ തരത്തിലായിരിക്കും വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുക എങ്ങനെ വേസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് വേ ഓഫ് അപ്രോച്ചാണ്. അപ്പോൾ സർക്കിൾ സ്കേർട്ടിന് ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഇനി വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ലെങ്ത്ത്, വിഡ്ത്ത് ഈ 2 മെഷർമെൻറ്റ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നീളം അറിയാലോ, എന്താ വരുന്നത്? 28 ഇഞ്ചസ് ആണ് വേസ്റ്റ് റൗണ്ട്, പ്ലസ് ഒരു ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 29 ഇഞ്ചസ്. അത്രയും തന്നെയാണ് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്തും വരുന്നത്.
പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എലാസ്റ്റിക് യൂസ് ചെയ്തിരിക്കുന്ന 1.5 ഇഞ്ചാണ്. സോ 1.5 × 2 പ്ലസ് സീം അലവൻസ് ഓഫ് 1 ഇഞ്ച്. അപ്പോൾ എല്ലാം കൂടെ ഒരു 4 ഇഞ്ച് വരും. അപ്പോൾ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്കറിയാം. ഇനി എന്ത് മാത്രം എലാസ്റ്റിക് എടുക്കണം. അപ്പോൾ എലാസ്റ്റിക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് എത്രയാണോ -0.5 ശരിക്കുള്ള വേസ്റ്റ് റൗണ്ട്, ഓക്കെ, അത് -0.5. ഇത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ എലാസ്റ്റിക് കയറ്റാനുള്ളൊരു സ്പേസ് അവിടെ വിടുക, അതിന് ശേഷം എലാസ്റ്റിക് കയറ്റുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ലാസ്റ്റ് വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്